ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തീരുമാനമെടുക്കും. കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച സംഘാംഗങ്ങൾ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിവരങ്ങൾ അറിയിക്കും. സ്വമേധയാ കേസെടുക്കേണ്ട മൊഴികൾ ഉണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യും. ഇതിനായി അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്തൊക്കെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ? അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരിട്ട് അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിലുള്ള നടപടികളിലായിരുന്നു ഈ അന്വേഷണ സംഘം. എന്തായാലും ഇന്ന് അന്വേഷണ സംഘം യോഗം ചേർന്ന ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം യോഗം ചർച്ച ചെയ്യും. അതിനുശേഷം സംഘാംഗങ്ങൾ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. സ്വമേധയാ കേസുകൾ എടുക്കേണ്ട മൊഴികളുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് മേധാവി ഈ റിപ്പോർട്ടിലൂടെ അറിയിക്കും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉൾപ്പെടെ സമർപ്പിക്കേണ്ട റിപ്പോർട്ടിനെ കുറിച്ചും ഈ യോഗത്തിൽ ചർച്ചയാകും. ഇന്നത്തെ യോഗത്തിലായിരിക്കും ഹൈക്കോടതിയിൽ എന്ത് തരത്തിലുള്ള റിപ്പോർട്ട് നൽകണം എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും യോഗം ഇന്ന് എപ്പോൾ ചേരുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ സമ്പൂർണ്ണ യോഗമായിരിക്കും ഇന്ന് ചേരുക. ചില ഉദ്യോഗസ്ഥർ നേരിട്ടും മറ്റു ചിലർ ഓൺലൈനുമായിട്ടായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. എന്തായാലും ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ കാര്യങ്ങളും ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ മൊഴികളിൽ കേസെടുക്കേണ്ട കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിന് മുന്നിൽ ചർച്ചയാകും. എന്തായാലും ഈ യോഗം പൂർത്തിയായി ഒരു റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകും. ഈ റിപ്പോർട്ടിൽ ഏറെക്കുറെ അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ ഇനി എന്ത് അങ്ങോട്ട് ചെയ്യണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വരുന്നതോടുകൂടി SITയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇനി തുടർ നടപടികളെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാക്കും. എന്തായാലും ഇതിലെ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരും തന്നെ ഈ യോഗത്തിന്റെ ഭാഗമാവുന്നുണ്ട്. എന്തായാലും യോഗം ഇന്ന് തന്നെ ചേരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വേണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന്. എ.വി. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.